ഹലോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ biyindia.com/malayalam എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 99ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് നമ്മൾ പഴയ നിയമ വായന അല്പസമയത്തേക്ക് അവസാനിപ്പിച്ച് മിശിഹ യുഗ പരിശോധനാ മുനമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. മെസ്സിയാനിക് ചെക്ക് പോയിന്റ്. അടുത്ത 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നു. സാധാരണയായി നമ്മൾ ചെയ്ത് വന്നിരുന്നത് പോലെ തന്നെ ഓരോ ബൈബിൾ കാലഘട്ടത്തിലേക്ക്, നമ്മുടെ വായനാ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പും നമ്മൾ നടത്തിയിരുന്നത് പോലെ തന്നെയുള്ള ഒരു ആമുഖ ചർച്ചയിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം പതിവ് പോലെ ഈ ചർച്ചയിൽ നമ്മെ സഹായിക്കുന്നത് പ്രിയപ്പെട്ട വിൽസനച്ചനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നല്ല ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൻ്റെ, അവിടുത്തെ പരിപാലനയുടെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വഴികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, വചനം വായിക്കാൻ അങ്ങ് തരുന്ന അതുല്യമായ അസുലഭമായ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അവിടുത്തെ കരുണയുടെ ഫലമാണെന്ന് ഓരോ ദിവസവും ബൈബിൾ വായിക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. എത്രമാത്രം കർത്താവെ സ്ട്രഗിളുകളിലൂടെ പോയിട്ടാണ് ഞങ്ങൾ വചനവായനയിൽ മുടങ്ങാതെ നിൽക്കുന്നത്. കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം വായിക്കുക എന്നത് മാനുഷിക ശക്തിയിൽ കഴിയുന്നൊരു കാര്യമല്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് ഈ വചനവായനാ പദ്ധതിയിൽ ഉൾപ്പെടാൻ തന്ന ഭാഗ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈശോയുടെ മനോഹരമായ ജീവിതത്തെ യോഹന്നാൻ ആവിഷ്കരിക്കുന്ന ആ സുന്ദരമായ വായനാ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ, കർത്താവ് യോഹന്നാനോടും സുവിശേഷ രചനയിലേർപ്പെട്ട അപ്പസ്തോലന്മാരോടും ശിഷ്യന്മാരോടും കൂടെ ഉണ്ടായിരുന്നതുപോലെ പരിശുദ്ധാത്മാവ് വായനക്കാരായ ഞങ്ങളെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രസന്നജ, മനോഹരമായ ഒരു ചർച്ചയായിരുന്നു കഴിഞ്ഞ പീരീഡിന് തൊട്ടു മുമ്പ് നമ്മൾ നടത്തിയത്. അത് വായനക്കാർക്ക് പ്രയോജനപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് കഴിഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചു. അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ മിശിഹ യുഗ പരിശോധന മുനമ്പിലേക്ക് കടക്കുകയാണ്. അച്ഛൻ ഈ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഒരു വായനക്കാരൻ എന്ന നിലയിൽ നമുക്കറിയാം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലീപ്പാണ്, ഒരു കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അച്ഛൻ അതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു? എനിക്കും വലിയ സന്തോഷം ഒരിക്കൽ കൂടി ഒരുമിച്ചിരുന്ന് ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ചർച്ച ചെയ്യാൻ സാധിക്കുന്നതിനെ ഓർത്ത്. ഞങ്ങളിങ്ങനെ പഴയ നിയമം വളരെ നന്നായിട്ട് ആസ്വദിച്ച് വരികയായിരുന്നു. പിന്നെ എന്തിനാണിങ്ങനെ മിശിഹ യുഗ പരിശോധന മുനമ്പിലേക്കൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ചാട്ടം? അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ യഥാർത്ഥത്തിൽ പഴയ നിയമം വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വായനക്കാരനുഭവിക്കുന്ന ഒരു വായനാ പ്രതിസന്ധി, യുദ്ധങ്ങളും കലഹങ്ങളും രാജ്യങ്ങളെ അപ്പാടെ തുടച്ചു മാറ്റുന്നതും, ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ഈ ഒരു പുതിയ നിയമകാലത്ത് നിന്നുകൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദഹിക്കാത്ത കാര്യങ്ങൾ വായനക്കാരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ, ആകുലതകൾ, സന്ദേഹങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഒത്തിരി അഭ്യസ്തവിദ്യരായ ആളുകൾ ഉൾപ്പെടെ ഒരുപാട് പേര് പ്രകടിപ്പിച്ചതും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു സത്യം പറഞ്ഞാൽ ഒരു ലീപ്പ്, ഇതൊരു കുതിച്ചുചാട്ടം തന്നെയാണ്. അതായത് നമ്മൾ പഴയ നിയമ വായന വളരെ ഭംഗിയായി അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മിശിഹായിലേക്ക് നമ്മളൊരു കുതിച്ചുചാട്ടം നടത്തുന്നത് 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമ്മളിനി പുതിയ നിയമം വായിക്കാൻ നമ്മുടെ ഈ വായനാ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നെങ്കിൽ നവംബർ മാസം ആയനെ. നവംബറിൽ മാത്രമാണ് നമുക്ക് പുതിയ നിയമം വായിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആരംഭദശയിൽ തന്നെ എന്തുകൊണ്ട് പ്രവേശിക്കുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ വചന വായനയും നയിക്കപ്പെടുന്നത് ക്രിസ്തു എന്ന ലക്ഷ്യത്തിലേക്കാണ്. അപ്പോൾ ആ ലക്ഷ്യം മനസ്സിൽ കാണാതെ ഈ വായന തുടർന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദഹിക്കാതെ വരും.
ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ വേണം യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിളിനെ മുഴുവൻ വായിച്ചെടുക്കാൻ. അപ്പോൾ വായനക്കാർക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് ഈ വായന മുഴുവൻ നയിക്കപ്പെടുന്നത് യേശുക്രിസ്തു എന്ന ആ പ്രതീക്ഷയുടെ പൂർത്തീകരണത്തിലേക്കാണെന്നും ആ ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ വേണം പഴയ നിയമത്തിലെ ഭാഗങ്ങളെ വായിച്ചെടുക്കാനെന്നുമുള്ള വായനക്കാർക്കുള്ളൊരു റിമൈൻഡറാണ് യഥാർത്ഥത്തിൽ ഈ മിശിഹാ യുഗ പരിശോധനാ മുനമ്പ്. വിശുദ്ധ അഗസ്തീനോസാണ് പറഞ്ഞത്, അതായത് പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് വരുന്നു, പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞു കിടക്കുന്നു. ദ ഓൾഡ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ ആൻഡ് ദ ന്യൂ ഈസ് ഹിഡൻ ഇൻ ദ ഓൾഡ് എന്നാണ് ഈ സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു വായനയിലൂടെ കാണാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് മനസ്സ് മടുത്തിരിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുടെ, അല്ലെങ്കിൽ ഒരുപാട് ദാഹിച്ചും വിശന്നു ഇരിക്കുന്നവർക്ക് വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു പ്രതീതിയാണ് പുതിയ നിയമ വായനയിലൂടെ ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ 99-ാമത്തെ ദിവസം മുതൽ അടുത്ത 7 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്ന് വരെ നമ്മൾ 7 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് യോഹന്നാൻ വായിച്ച് തീർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത്ര മനോഹരമായ 7 ദിവസം കൊണ്ട് ഒരു സുവിശേഷം മുഴുവൻ വായിച്ചു തീർക്കുന്ന, സത്യത്തിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. വളരെ മനോഹരമായ ഒരു വായനാ ദിനങ്ങളായിരിക്കും ഇത് എന്ന് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു സമയമാണെന്ന് തോന്നുന്നു ഇത്. അതായത് ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ നോമ്പ് കാലത്ത്, അല്ലെങ്കിൽ പീഡാനുഭവ ആഴ്ച, ഉത്ഥാനത്തിൻ്റെ വലിയ ഓർമ്മ, ഇതൊക്കെ നടത്തുന്ന ഈ സമയത്ത് തന്നെ ക്രിസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ സുവിശേഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷമാകട്ടെ, അല്ലെങ്കിൽ 4 സുവിശേഷങ്ങൾ, അതാണല്ലോ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായ ചില വിവരങ്ങൾ നൽകുന്ന വചനഭാഗം. ഈ സുവിശേഷങ്ങൾ യഥാർത്ഥത്തിൽ ജീവചരിത്രമാണോ, അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഒരു നല്ല ജീവചരിത്രത്തിൻ്റെ ആവശ്യമുണ്ടോ, ഉണ്ടായിരുന്നോ? അത് എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? അതായത് നമ്മൾ പലപ്പോഴും പല കാലഘട്ടങ്ങളിലായി മനുഷ്യർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, എന്തിന് 4 സുവിശേഷങ്ങൾ? ഇനി ക്രിസ്തുവിൻ്റെ ജീവചരിത്രം പറയാനാണെങ്കിൽ തന്നെ ഒരു സുവിശേഷം പോരായിരുന്നു. മാത്രമല്ല അപ്പസ്തോലന്മാരെല്ലാവരും തന്നെ പരസ്പരം പരിചയമുണ്ടായിരുന്നവരാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പൗലോസ്ലീഹായൊക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും തന്നെ കൃത്യമായ നിരന്തരമായ സമ്പർക്കങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് യേശുവിനെക്കുറിച്ച് ഈ 4 ജീവചരിത്രങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന 4 സുവിശേഷങ്ങൾ? നമ്മളിത് 4 സുവിശേഷങ്ങളാണെങ്കിലും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മഹാരഹസ്യത്തെ 4 വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണുകയാണ് അപ്പസ്തോലന്മാർ. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അതായത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള മഹാരഹസ്യമാണ് യേശു. ആ യേശുവിനെ മർക്കോസ് ഒരു സൈഡിൽ നിന്ന് നോക്കി, ലൂക്ക മറ്റൊരു സൈഡിൽ നിന്ന് നോക്കി, മറ്റപ്പസ്തോലന്മാർ മറ്റ് 2 സൈഡിൽ നിന്ന് നോക്കി. അപ്പോൾ പൂർണ്ണമായിട്ട് ഒറ്റക്കാഴ്ചയിൽ പൂർണ്ണമായി കാണാനും ഗ്രഹിക്കാനും കഴിയാത്ത യേശു രഹസ്യത്തെ 4 വീക്ഷണകോണിൽ നിന്ന് നോക്കുന്നതാണ് 4 സുവിശേഷങ്ങൾ. നമ്മളിത് 4 യഥാർത്ഥത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസൊക്കെ ഒരുപോലെ ഇരിക്കുന്നെങ്കിലും ഇവരെല്ലാം തമ്മിൽ കൃത്യമായ നിലപാടുകളിലെയും കാഴ്ചപ്പാടുകളിലെയും വ്യത്യാസം സൂക്ഷിച്ചവരാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, മത്തായി യേശുവിൻ്റെ രാജത്വമാണ് എംഫസൈസ് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്വർഗരാജ്യത്തെക്കുറിച്ച് കൂടുതൽ, പിന്നെ യേശു രാജാവാണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞത് അദ്ദേഹമാണ്. മർക്കോസ് യഥാർത്ഥത്തിൽ എംഫസൈസ് ചെയ്തത് യേശുവിൻ്റെ ദാസ്യത്വമാണ്. യേശു ദാസനാണ്. ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ പാഠങ്ങളെല്ലാം നമ്മൾ കാണുന്നത് അവിടെയാണ്. ലൂക്ക യഥാർത്ഥത്തിൽ നമ്മളോട് പറയാൻ ശ്രമിച്ചത് യേശുവിൻ്റെ മനുഷ്യത്വമാണ്. യേശു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉള്ള യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്ന സുവിശേഷമാണത്. യോഹന്നാൻ ആഴത്തിൽ നമ്മളിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വമാണ്. അപ്പോൾ അതാണ് യോഹന്നാൻ ആദ്യത്തെ വാക്യം മുതൽ അവസാനത്തെ വാക്യം വരെ യോഹന്നാൻ പരിശ്രമിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്താനാണ്. ഇനി ഈ 4 സുവിശേഷങ്ങളിൽ ഏറ്റവും യുണീക്കായ സുവിശേഷവും യോഹന്നാൻ്റേതാണ്. ഇപ്പോൾ മർക്കോസ് യഥാർത്ഥത്തിൽ സുവിശേഷം തുടങ്ങുന്നത് യേശുവിൻ്റെ പരസ്യ ജീവിതത്തോടു കൂടിയാണ്, സ്നാപയോഹന്നാൻ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടിയാണ്. മത്തായി തുടങ്ങുന്നത് അബ്രഹാം മുതലാണ്, ലൂക്ക തുടങ്ങുന്നത് ആദം മുതലാണ്, ആദത്തിൻ്റെ കാര്യം മുതലാണ്. യോഹന്നാൻ തുടങ്ങുന്നത് യുഗങ്ങൾക്ക് മുമ്പേ. അപ്പോൾ ഓരോരുത്തരും, സത്യം പറഞ്ഞാൽ മർക്കോസ് പരസ്യ ജീവിതം തുടങ്ങി, അബ്രഹാമിൻ്റെ കാലം മുതൽ മത്തായി തുടങ്ങി, ആദത്തിൻ്റെ കാലം മുതൽ ലൂക്ക തുടങ്ങി. അപ്പോൾ യോഹന്നാൻ അതിനൊന്നും ഒരു സമാധാനം
യോഹന്നാന് കൊടുക്കാൻ പറ്റുന്നില്ല. യോഹന്നാന് ഈശോ അതിനു മുമ്പേയൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ യുഗങ്ങൾക്ക് മുമ്പേ ആദിയിൽ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന പുത്രനെ അവതരിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ തുടങ്ങുന്നത്. ഞാനൊരു സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും യുണീക്കായ ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കാൻ പോകുന്നത്. AD 90 നമ്മൾ മനസ്സിലാക്കുന്നു യോഹന്നാൻ ഈ സുവിശേഷം രചിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 3 സുവിശേഷങ്ങൾ നിലനിൽക്കെ യോഹന്നാൻ അങ്ങനെ ഒരു സുവിശേഷം രചിക്കുവാൻ തയ്യാറാകുന്നത് ഈ സുവിശേഷങ്ങൾ പൂർണ്ണമാക്കാൻ ഈ സുവിശേഷത്തിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ കർത്താവിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം, വ്യക്തമായ വിവരങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ഒരു സുവിശേഷത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമോ? അതായത് യഥാർത്ഥത്തിൽ യോഹന്നാനാണ് കൊല്ലപ്പെടാതെ അവശേഷിച്ച ഏക അപ്പസ്തോലൻ. അദ്ദേഹം പ്രായാധിക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം ഒരു തലമുറ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിച്ചത് കാണുകയാണ്. അപ്പോൾ മത്തായിയും മർക്കോസും ലൂക്കായും എഴുതിയ സുവിശേഷങ്ങളൊക്കെ തന്നെ അവരുടെ ആരാധനകളിൽ തീർച്ചയായിട്ടും അവർ വായിക്കുന്നുണ്ട്. ജനത്തിൻ്റെ ഹൃദയത്തിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു തലമുറ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ജീവിക്കുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭാശ്രേഷ്ഠനാണ് യോഹന്നാൻ. ആ യോഹന്നാന് ആ തലമുറയെ, വിശ്വാസം ജീവിച്ച തലമുറയെ നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനി യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ ഇവരുടെ ക്രിസ്തീയ ജീവിതം കുറെ കൂടി പ്രകാശമായി മാറും എന്ന് യോഹന്നാൻ മനസ്സിലാക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ യോഹന്നാൻ പറയുന്ന പ്രമേയം ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. അതായത് ആശയങ്ങളിലും ആചാരങ്ങളിലും എല്ലാം യേശുവിനെ അനുഗമിക്കുന്ന ഒരു ജനം അവൻ്റെ ജീവൻ വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവാണ് യോഹന്നാൻ്റെ യഥാർത്ഥത്തിൽ സുവിശേഷ രചനയുടെ പ്രധാന പ്രചോദനം. അതായത് യേശുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ജന്തുജീവനല്ല, സസ്യജീവനല്ല, മനുഷ്യജീവനല്ല, അത് ദൈവിക ജീവനാണ്. ഈ ദൈവം ഭൂമിയിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സാധ്യതകൾ അവശേഷിപ്പിച്ചിട്ട് ക്രിസ്തു മനോഹരമായൊരു ജീവിതം കാണിച്ചു തന്നിട്ട് കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ നമുക്ക് ആ ജീവൻ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ ഉത്കണ്ഠയിൽ നിന്ന് പിറവിയെടുത്ത സുവിശേഷമാണിത്. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ഇത് ജീവൻ ഉണ്ടാവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീവൻ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ്. തുടങ്ങുന്നതിന് അങ്ങനെയല്ലേ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ പറയുന്നില്ല ഞാൻ വന്നത് ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകാനാണ്. അപ്പോൾ യേശുവിൻ്റെ ജീവൻ ശിഷ്യന്മാരിലും സഭയിലും വെളിപ്പെടണം, യേശു ജീവിച്ചതുപോലെ സഭ ജീവിക്കണം എന്ന ഒരു വലിയ, അതുകൊണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ അത് വെളിപ്പെടുത്തുകയും മനസ്സിലാക്കുകയും ചെയ്താലേ ആ ദൈവിക ജീവൻ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു തിരിച്ചറിവ് യോഹന്നാന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ 90കളിൽ എഴുതപ്പെട്ട ഈ സുവിശേഷം യഥാർത്ഥത്തിൽ ഒരു തലമുറ സുവിശേഷം ജീവിച്ചതിൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എവിടേക്കോ ബാക്കി വെച്ചതോ പറയാൻ മറന്നുപോയതോ പറയാൻ വിട്ടുപോയതോ ആയ ഒരുപാട് കാര്യങ്ങൾ പൂരിപ്പിക്കപ്പെടുന്ന ഒരു സുവിശേഷമാണിത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് വളരെ അടിസ്ഥാനപരമായ ചില വിശ്വാസ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ മാമോദീസായെക്കുറിച്ച് നിക്കോദിമോസിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് 6-ാം അധ്യായം വളരെ പ്രശസ്തമായ അധ്യായം. എന്തുകൊണ്ടായിരിക്കാം യോഹന്നാൻ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായ ഒരു നിലപാട് തൻ്റെ സുവിശേഷത്തിലൂടെ പ്രകടമാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ സഭാജീവിതമാണ് യോഹന്നാൻ്റെ മുമ്പിലെ ജീവിത സാഹചര്യം. അപ്പോൾ അവിടെ മാമോദീസ, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ജീവിതം, ഇതെല്ലാം കൺമുമ്പിൽ കാണുന്ന യോഹന്നാൻ എത്രമാത്രം മനുഷ്യർ അതിൽ ആ ദൈവികമായ കാര്യങ്ങളിൽ വ്യക്തത വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജലത്താലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് യോഹന്നാൻ വ്യക്തമായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുകയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ലെന്ന് പറയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ, സ്വീകരിച്ചില്ലെങ്കിൽ ഇല്ലെന്ന് പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സഭാജീവിതം പരിപൂർണമായി ജീവിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജീവൻ അവകാശിയാവാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണിത്. മാത്രമല്ല യോഹന്നാൻ നമ്മൾ വായിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉപമകളില്ല. അത് സത്യത്തിൽ ഈ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ മനോഹരമായ ഏടുകളിലൊന്ന് ഉപമകളാണ്. ക്രിസ്തു സംസാരിച്ച ഉപമകളാണ്. പക്ഷേ യോഹന്നാൻ അതൊന്നും ഒരു ഉപമയും പറയുന്നില്ല. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളില്ല. അദ്ദേഹം അതിനെയെല്ലാം അടയാളങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റെന്തിലേക്കോ നമ്മളെ വഴി നടത്തുന്ന
ചൂണ്ടുപലക, അതാണല്ലോ അടയാളം. അപ്പോൾ യോഹന്നാൻ യഥാർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റ് സുവിശേഷങ്ങൾ കാണാതെ പോയ ചില തലങ്ങളാണ്. ഇനി ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം, 12-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ യോഹന്നാൻ യേശുവിൻ്റെ അവസാനത്തെ ഒരാഴ്ചയ്ക്ക് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. അതായത് 1/3 ഓഫ് ദ ഗോസ്പൽ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് വീക്കാണ്. അവസാനത്തെ ഒറ്റ ആഴ്ചയാണ് ഈ 12 മുതൽ 21 വരെയാണ്. ഏതാണ്ട് പകുതിയുള്ള യഥാർത്ഥത്തിൽ അദ്ദേഹം മാറ്റിവെക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവ ആ ആഴ്ചയെ വിവരിക്കാനാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വാക്ക് 98 തവണയാണ് ഈ പുസ്തകത്തിൽ മറ്റെവിടെയും കാണുന്നതിനേക്കാൾ കൂടുതൽ. യേശുവിൽ വിശ്വസിക്കുക, അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാലോ, ഈശോയുടെ ജനനം അല്ലെങ്കിൽ ആ ബേഥലഹേം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. ഉദാഹരണത്തിന് ദൈവരാജ്യം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ 2 പ്രാവശ്യം യോഹന്നാനിലുള്ളൂ. മറ്റ് സുവിശേഷകന്മാർ വളരെ ആഴത്തിൽ പറഞ്ഞ ഒരു വിഷയം ഇദ്ദേഹം പരാമർശിക്കുന്ന പോലുമില്ല, യഥാർത്ഥത്തിൽ സൂചിപ്പിച്ചു വിടുന്നേ ഉള്ളൂ. പിന്നെ ചില യുണീക്കായ കാര്യം, കാനായിലെ കല്യാണം, അത് യോഹന്നാന് മാത്രമേ ഉള്ളൂ. ലാസറിനെ ഉയർപ്പിക്കുന്നത് യോഹന്നാന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ യോഹന്നാൻ തൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുന്നതിന് സഹായകരമായ യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ മാത്രം എടുത്ത് കൃത്യമായൊരു സെലക്ഷൻ നടത്തിയിട്ടാണ് അദ്ദേഹം സുവിശേഷം എഴുതുന്നത്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് യേശുവിൽ വിശ്വസിക്കുക. ആ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ കൗതാശികമായൊരു ജീവിതത്തിലൂടെയാണ് ഈ വിശ്വാസം വെളിപ്പെടുന്നത്. നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, അതൊരു വായുവിൽ അല്ലെങ്കിൽ ഒരു ആശയതലത്തിൽ നിൽക്കുന്നൊരു കാര്യമല്ല. അതിനൊരു എക്സ്പ്രഷൻ്റെ തലമുണ്ട്. ആ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കൗതാശികമായൊരു ജീവിതം നയിക്കുക, യേശുവിനോട് ഒന്നായി മാമോദീസയിൽ ഒന്നായി മാറുക, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് അവനോട് ഒന്നായി മാറുക. കൗതാശിക ജീവിതത്തിലൂടെ വിശ്വാസം പ്രകടമാക്കുക, അല്ലെങ്കിൽ വിശ്വാസം ജീവിക്കുക. അങ്ങനെ അതിലൂടെ യേശുവിൻ്റെ ജീവൻ സ്വന്തമാക്കുക, അങ്ങനെ യേശു ജീവിച്ചതുപോലെ ജീവിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ യോഹന്നാൻ ഈ 21 അധ്യായങ്ങളിലൂടെയും പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യേശുവിനിത് പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം വായനക്കാരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് 21 അധ്യായങ്ങളും അതിൻ്റെ തലക്കെട്ട് പറഞ്ഞ് പെട്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞാൻ വായനക്കാരോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഉദാഹരണത്തിന് ജെഫ് കവിൻസ് പറഞ്ഞു കേട്ടതാണത്. അതായത് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എല്ലാ ആഴ്ചയിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അതായത് ഈ ടുക്ക് ഇറ്റ് ഇൻ ടു ഹിസ് ലൈഫ്, ഒരു സുവിശേഷം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് എന്തെങ്കിലും പറയും. വായനക്കാരോട് പറയാനുള്ള ഒരു ഉപദേശം, 4 സുവിശേഷങ്ങളിൽ ഏതെങ്കിലും ഒരു സുവിശേഷം നിങ്ങളുടെ സ്വന്തമാക്കണം. ആ സുവിശേഷം നിരന്തരമായി വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ ജോൺ പോൾ മാർപ്പാപ്പയെ പോലെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒഴിവാക്കുക. എന്ത് പറഞ്ഞാലും അപ്പോൾ നമുക്ക് യോഹന്നാനിൽ നിന്നോ മത്തായിൽ നിന്നോ എന്തെങ്കിലും വന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല എല്ലാ സുവിശേഷങ്ങളും ഒരുപോലെ ഒരു ജീവിതകാലം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് യോഹന്നാൻ തന്നെയാണ്. നമ്മുടെ ആ കാട്ടിലെ സഹോദരന്മാരുണ്ടല്ലോ, അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് അച്ഛനറിയാലോ, നമ്മുടെ ഇൻസേനു ജേസുവിൽ പറയുന്നില്ലേ 13, 14, 15, 16, 17 എല്ലാ വ്യാഴാഴ്ച അച്ഛന്മാർ വായിക്കണം എന്ന് പറയുന്ന ഈ ഇൻസേനു ജേസു എഴുതപ്പെടുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് ഈ സഹോദരന്മാർ, അവർക്ക് ഈശോ ഉള്ളിലൊരു ബോധ്യം കൊടുത്തു, യോഹന്നാൻ ഈ അധ്യായങ്ങൾ എല്ലാ ദിവസവും വായിക്കണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ 10,000-കണക്കിനാണോ ലക്ഷക്കണക്കിനാണോ തവണ ഞങ്ങളിത് എത്ര പ്രാവശ്യം വായിച്ചതിനോടെന്ന് ഞാൻ അറിഞ്ഞുകൂടാ. ഞാൻ ഒരിക്കൽ അവരോട് ചോദിച്ചു, ഈ എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ, ഇപ്പം നമ്മൾ കാണുന്ന സാധാരണ മനുഷ്യരിൽ ഒത്തിരി നിർമ്മലമായിട്ട് സ്നേഹം ജീവിക്കുന്ന ആളുകളാണല്ലോ ഇവർ, എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ സ്നേഹം, ഈ യേശു സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുന്നൊരു സ്നേഹം പുറത്തു വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അത് പൊട്ടി വന്നത് ഈ യോഹന്നാൻ്റെ വായനയിൽ നിന്നാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ഒരു സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്കാണ്. അപ്പോൾ വായനക്കാരോട് പറയാനുള്ളത്, 1-ാമത്തെ അധ്യായം എന്ത് പറയുന്നു, 2-ാം അധ്യായം, ഓരോ അധ്യായത്തിൻ്റെയും പ്രമേയം കാണാതെ പഠിച്ച് നമുക്കത് നമ്മുടെ മനസ്സിൽ, ഇപ്പം 1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, 2 കാനായിലെ കല്യാണം, 3 യേശുവും നിക്കോദെമോസും, അങ്ങനെ ഓരോ അധ്യായത്തിൻ്റെയും എന്താ പ്രതിപാദിക്കുന്നതെന്ന് 21 അധ്യായങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യോഹന്നാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും എന്ന് നമ്മൾ ഈ വായനക്കാരോട് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുകയാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചും യോഹന്നാനാണ് നന്നായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു അവ്യക്തത ഇപ്പോഴും ഉണ്ടാകുമായിരുന്നു. പക്ഷേ 1-2 അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നന്നായിട്ട് യോഹന്നാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് എവിടെ നിന്നായിരിക്കും? പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആ പെന്തക്കോസ്തായിൽ കിട്ടിയ അഭിഷേകമാണോ, അതോ പരിശുദ്ധ സഭയിലുണ്ടായിരുന്ന ഒരു വ്യക്തമായ അനുഭവമാണോ?
പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇത്ര നന്നായിട്ട് പഠിപ്പിക്കാനായിട്ട് യോഹന്നാനെ പ്രേരിപ്പിക്കും? അതായത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ പ്രത്യക്ഷ വായനയെ കാണാതെ പോകുന്ന കാര്യങ്ങളിലൊന്ന് മാതാവിൻ്റെ ഒരു റോളാണ്. യഥാർത്ഥത്തിൽ ഈ യോഹന്നാനാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നതും, രണ്ട്, അമ്മയെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചതും. കുർബാനയും മറിയവുമാണ് യോഹന്നാൻ്റെ മാനസാന്തരത്തിൻ്റെ രണ്ട് കാരണങ്ങൾ. നമുക്കറിയാലോ, യോഹന്നാനെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഇദ്ദേഹം ക്ഷിപ്രകോപിയാണ്. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി സമറിയക്കാരെ കൊല്ലട്ടെ എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരാൾ അനുഗമിച്ചില്ല, അവനെ ഞങ്ങൾ തടഞ്ഞു എന്നൊക്കെ പറയുന്ന ഈ ഏറ്റവും ഇളയ ആളുമാണല്ലോ. പിന്നെ ഇദ്ദേഹത്തെ കാണുന്നത് ഒരു അധികാരമോഹിയായിട്ടാണ്. അമ്മയും കൂട്ടിക്കൊണ്ട് വന്ന് ഇടത്തും വലത്തും ഇരിക്കണമെന്ന് പറയുന്നവരിൽ ഒരാൾ. അപ്പോൾ ക്ഷിപ്രകോപിയും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളും അതുപോലെ തന്നെ അധികാരക്കൊതി ഉണ്ടായിരുന്ന ഒക്കെ ആയ യോഹന്നാൻ ഒടുവിൽ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് മഗ്ദലന മറിയം വന്ന് പറയുമ്പോൾ ഇവർ ഓടുകയാണല്ലോ. ഇയാൾ ആദ്യമേ ഓടി ആ കല്ലറയുടെ അടുത്ത് ചെന്നിട്ട് കയറാതെ മാറി നിന്നു. ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും വിപ്ലവാത്മകമായ ചലനം സൃഷ്ടിക്കാനിടയുള്ള, അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും പ്രമാദമായൊരു വാർത്തയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഞാനാണ് ആദ്യം കണ്ടതെന്ന് പറയാൻ സാധ്യതയുണ്ടായിരുന്നൊരു മനുഷ്യൻ അത് കാണാതെ തൻ്റെ ചേട്ടനായ പത്രോസിന് വേണ്ടി മാറി നിൽക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. ഈ മറഞ്ഞു നിൽക്കുന്നത് മറിയത്തിൻ്റെ സ്വഭാവമാണ്. അത് ഒന്ന്. രണ്ട്, ഈ സുവിശേഷങ്ങളിൽ പലതവണ തൻ്റെ പേരെഴുതാനുള്ള സാധ്യത ഉപേക്ഷിച്ചിട്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുന്ന ഒരു ചെറിയ മിസ്റ്റീരിയസ് ആയ പ്രയോഗം ഇട്ടിട്ട് ഈ പിന്നിലേക്ക് മാറുന്ന യോഹന്നാനെയും നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ യോഹന്നാനിൽ ഈ ഒരു മാറ്റം വരുത്തിയത് ആരായിരിക്കും? പരിശുദ്ധ അമ്മ തന്നെയാണ്, യാതൊരു സംശയമില്ല അതിനകത്ത്. കാരണം ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, ഈ ദുഃഖവെള്ളിയാഴ്ച അന്ന് സന്ധ്യയ്ക്ക് ദേഹം മുഴുവൻ, മകൻ്റെ ചോര ശരീരത്തിലേക്ക് മുഴുവൻ പടർന്ന ഈ അമ്മയെ, അതുപോലെ ആ മഴയത്ത് കണ്ണീരും ചോരയും കലർന്ന അദ്ദേഹവും തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരൻ അന്ന് മുതൽ ആ ഭവനത്തിൽ സ്വീകരിച്ചു. പിന്നെ നമുക്കറിയാലോ, പാരമ്പര്യം പറയുന്നതനുസരിച്ച് എഫേസോസിലെ യോഹന്നാൻ്റെ വീട്ടിലാണ് അമ്മ അവസാന കാലം ചെലവഴിക്കുന്നതൊക്കെ. അപ്പോൾ അമ്മയുടെ കൂടെ അദ്ദേഹം ദുഃഖവെള്ളിയാഴ്ച രാത്രി, ദുഃഖശനിയാഴ്ച രാത്രി, 2 രാത്രികളാണ് ഈ യോഹന്നാനെ മാതാവിൻ്റെ കൂടെ ചെലവഴിച്ച രാത്രി. ഞാനിത് പറയാൻ കാരണം, അപ്പസ്തോലന്മാർ പെന്തക്കോസ്താഭിഷേകം സ്വീകരിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മ ഉണ്ടാകണമെന്നത് സ്വർഗത്തിൻ്റെ നിർബന്ധമാണ്. അല്ലെങ്കിൽ മാതാവോടെ ഉണ്ടാവേണ്ട യാതൊരു റെലവൻസും ഇല്ല. കാരണം അത്രയും നേരം സുവിശേഷങ്ങളിൽ ഒന്നും കാര്യമായ പരസ്യ ജീവിതത്തിൽ ഒന്നും ഇടപെടാതിരിക്കുന്ന ഒരു സ്ത്രീ പെന്തക്കോസ്തായിൽ പെട്ടെന്ന് അങ്ങോട്ട് അതിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ്. അതെന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ കാരണം, ഈ ലോകത്ത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാവുന്ന ഒറ്റ ആളെ ഇപ്പോൾ ജീവനോടുള്ളൂ. അത് പരിശുദ്ധ അമ്മയാണ്. അതായത് ഈ പരിശുദ്ധാത്മ അഭിഷേകം സഭയിൽ സ്വീകരിച്ചിട്ടുള്ള ഒരാൾ, ഇതുപോലെ ഒരു മൈറ്റി അനോയിൻറ്റിങ് സ്വീകരിച്ചിട്ടുള്ള ആൾ പരിശുദ്ധാമ്മ മാത്രമാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, തീർച്ചയായിട്ടും ഈശോയോടുള്ള വ്യക്തിപരമായൊരു ബന്ധം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയാൻ യോഹന്നാനെ സഹായിച്ചിട്ടുണ്ടാവും. അതേസമയം തന്നെ ഈ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ പാഠപുസ്തകമായിരുന്നു യോഹന്നാൻ. അമ്മയാവണം യോഹന്നാന് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കിട്ടാൻ. ഞാനിത് പറയുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പ വഴി മാതാവിലൂടെ പോകുക എന്നുള്ളതാണ്. അതായത് ഈശോയുടെ ഏത് വാഗ്ദാനവും പ്രാപിക്കാനുള്ള എളുപ്പ വഴി മാതാവിലൂടെ പോകുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒത്തിരി കിടന്ന് ഈ സ്ട്രഗിൾ ചെയ്യേണ്ട. പ്രത്യേകിച്ച് ഒരു 10,000 പൈശാചിക പോരാട്ടങ്ങളുടെ നടുവിൽ നമ്മൾ കടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ ഇതിനെ ഒരു ആക്ഷേപമായിട്ട് കാണുന്ന ആളുകളുണ്ട്, മാതാവിലൂടെ പോകുന്ന എന്തോ ഒരു കുറച്ചിലായിട്ട്. യഥാർത്ഥത്തിൽ ഇത് ദൈവം നമുക്ക് ചെയ്തു തന്ന വലിയൊരു സൗകര്യമാണ്. എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റുന്ന ഏണിയാണ് മാതാവ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം അതാണ്, നമ്മുടെ പരിശുദ്ധാത്മ അഭിഷേകം തീർച്ചയായിട്ടും ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നപ്പോൾ മറ്റാർക്കും മനസ്സിലാവാത്ത രഹസ്യങ്ങൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ഈശോയുടെ ഹൃദയത്തിന് മുമ്പിലിരുന്ന യോഹന്നാന് കിട്ടി. പ്ലസ് മാതാവ്. ഞാനൊരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഒരുപക്ഷെ യോഹന്നാനാണ് കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും ഒരൊറ്റ കൽപ്പനയിലേക്ക് കൊണ്ടുവന്ന് ഒരു പുതിയ കൽപ്പനയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യോഹന്നാനെക്കുറിച്ച് പറയുന്നത്, യോഹന്നാൻ മരിക്കുന്നതുവരെയും സ്നേഹത്തെക്കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളെന്ന്. പ്രായമായ സമയത്ത് ആളുകൾ യോഹന്നാനെ ഒരു കസേരയിലെടുത്ത് ചുമന്ന് എവിടെ കൊണ്ടിരുത്തിയാലും ഇത് തന്നെ ആവർത്തിച്ച് പറയുമായിരുന്നെന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആ സ്നേഹം അതുപോലെ അനുഭവിച്ചതുകൊണ്ടാണോ യോഹന്നാൻ സ്നേഹത്തെക്കുറിച്ച് ഇത്ര അങ്ങ് സംസാരിക്കുന്നത്? അതായത് ഈ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ശ്രദ്ധിക്കുമ്പോഴേ, ഇപ്പോൾ ഉദാഹരണത്തിന് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു സ്ത്രീയുടെ മാറിൽ ചാരിക്കിടന്നു എന്ന് പറയുന്ന വാക്കാണ്. അതായത്
അമ്മയുടെ മാറ് പറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ ബിംബമാണ് അവിടെ ഈശോയുടെ അത്താഴമേശയിൽ യോഹന്നാൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം യേശുവിനെ അനുഗമിക്കുക മാത്രമല്ല, വിശ്വസിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ വിശ്വസിക്കുക എന്നതിൻ്റെ അവസാനത്തെ സാധ്യത സ്നേഹത്തിൽ ഒന്നാവുക എന്നുള്ളതാണെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച ആളാണ് യോഹന്നാൻ. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, ഈ സബദിപുത്രന്മാരുടെ വീട്ടിലാണല്ലോ, ഈ കഫർനാമിൽ പത്രോസിൻ്റെ യാക്കോബിൻ്റെ യോഹന്നാൻ്റെ വീട്ടിലേക്കാണല്ലോ ഈശോ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്തൊക്കെ ഈ വീട്ടിലെ മുതിർന്നവരെല്ലാം പണിയെടുക്കാൻ പോകുമ്പോൾ യേശുവിനെ അറ്റൻഡ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഈ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു വായന ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയവും കർത്താവിൻ്റെ കൂടെ ഈ സമയം ചെലവഴിച്ചിട്ടുള്ളത് യോഹന്നാനാണ്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും ഉണ്ടാകാത്തത്ര ഒരു അടുപ്പം യേശുവിനോട് യോഹന്നാന് ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പരിശുദ്ധ കുർബാനയിലെ യേശുവിനെ സ്നേഹിച്ച യോഹന്നാന് ആ കുർബാനയിൽ യേശു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാതെ പോകാൻ, ബൈപ്പാസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും നമ്മുടെ വിശ്വാസത്തിൻ്റെയും എല്ലാം ലാസ്റ്റ് പോയിൻ്റ് എന്താ? സ്നേഹമാണ്. നമ്മൾ വിധിക്കപ്പെടാൻ പോകുന്നത് എന്തിൻ്റെ പേരിലാണ്? സ്നേഹിച്ചോ സ്നേഹിച്ചില്ലയോ എന്നതിൻ്റെ പേരിലുമാണ്. അന്ത്യവിധിയും അങ്ങനെയാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് അവസാനത്തെ പോയിൻ്റ് സ്നേഹമാണെന്ന് തെളിയിക്കാൻ ഈശോ യോഹന്നാനിൽ അത്രമാത്രം സ്നേഹം നിറച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ശിഷ്യൻ എന്ന് അത് ഞാൻ ചോദിക്കാനിരിക്കുന്നു. യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനാണെന്ന് യോഹന്നാൻ അവകാശപ്പെടുന്നത്. അതെ അതെ. അത് വെറുതെ ഒരു അവകാശം മാത്രമാണോ, തോന്നലാണോ? അതായത് എനിക്ക് പലപ്പോഴും പക്ഷേ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, യേശുവിന് നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിന് പക്ഷാഭേദം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് യേശുവിന് സ്നേഹത്തിൽ ഒരു പാർഷ്യാലിറ്റി ഉണ്ടെന്ന്. എനിക്കറിഞ്ഞൂടെ എത്രമാത്രം ഞാൻ പറയുന്നത് ശരിയാണെന്ന്, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവരെയും യേശു തീർച്ചയായിട്ടും ഒരു പൊതുവായൊരർത്ഥത്തിൽ പറയുമ്പോൾ ദൈവത്തിന് എല്ലാവരോടും ഒരുപോലെ സ്നേഹമാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തോതിൽ, അതനുഭവിക്കുന്ന തോതിൽ വ്യത്യാസമുള്ളവരുണ്ട്. ഇനി യോഹന്നാനാണോ അത് അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ യോഹന്നാന് തീർച്ചയായിട്ടും പറയാം യോഹന്നാനോടാണ്. പത്രോസാണ് ഒരു സുവിശേഷം എഴുതിയെങ്കിൽ പത്രോസ് പറഞ്ഞാൽ പത്രോസ് എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത അതാണല്ലോ. അതായത് നമുക്കിപ്പോൾ നമ്മൾ രണ്ടുപേരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ രണ്ടുപേർക്കിടയിൽ വ്യത്യാസം തോന്നുമല്ലോ, മറ്റേ ആളെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഓരോരുത്തരെയും ഏറ്റവും കൂടുതലാണ് സ്നേഹിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്നതല്ല, അവർക്കത് ഫീൽ ചെയ്യുന്നൊരു സ്നേഹമാണല്ലോ യേശുവിൻ്റെ സ്നേഹം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യഥാർത്ഥത്തിൽ യോഹന്നാൻ തന്നെയാണ്. അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. കാരണം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ അത് കൃത്യമായിട്ട് വെളിപ്പെട്ട് വരുന്നുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നതിന് തോതുണ്ടല്ലോ എന്തായാലും. അപ്പോൾ യേശുവിനെ ഒരാൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിൻ്റെ തോതനുസരിച്ച് യേശുവിന് ഇങ്ങോട്ടുള്ള സ്നേഹത്തിനും വ്യത്യാസം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സാമാന്യ ജനം യേശുവിനെ അനുഗമിച്ചു, പിന്നെ അതിനകത്ത് 72 പേര്, പിന്നെ അതിനകത്ത് 12 പേര്, ആ 12 പേരിനകത്ത് പിന്നെ 3 പേര്, ആ 3 പേര് പിന്നെ യോഹന്നാൻ. ഇങ്ങനെ തരംതിരിവ് സുവിശേഷത്തിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. പത്രോസിൻ്റെ പരമാധികാരത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പത്രോസിനെ ദൈവനിയോഗങ്ങൾ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവസാനത്തെ അധ്യായത്തിൽ യോഹന്നാൻ സംസാരിക്കുന്നുണ്ട്. മുമ്പേ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പത്രോസിനെ യഥാർത്ഥത്തിൽ സഭയുടെ അധികാരിയായി, അല്ലെങ്കിൽ സഭയിൽ കർത്താവ് നിയോഗിച്ചവനായി യോഹന്നാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകണം, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് ഈ കല്ലറയിലേക്ക് കയറാതിരിക്കുന്നത് തന്നെ ആ പ്രൈമസിയെ അദ്ദേഹം സ്വീകരിക്കുന്നതിൻ്റെ തെളിവാണ്. ഒന്ന് അതാണ്, അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത്. ഇത് കൺഫേം ചെയ്യേണ്ട ആൾ പത്രോസാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം, ഈ ഉത്ഥാനം. രണ്ടാമത്തേത് നമ്മുടെ അവസാനത്തെ അധ്യായം, പത്രോസ് അജപാലകൻ എന്ന് പറയുന്ന യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ ഇവരെക്കാൾ അധികമായി. അവിടെയും യോഹന്നാൻ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്, പത്രോസിനെ ദൈവം പരമാധികാരിയാക്കി മാറ്റുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. പക്ഷേ ഈ ആടുകളെ മേയ്ക്കാനുള്ള ഭൂമിയിൽ ഈശോ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, അതിൻ്റെ നേതൃത്വം വഹിക്കേണ്ടത് പത്രോസാണെന്ന് അദ്ദേഹം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഒത്തിരി സൂചനകൾ ഉണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് വിട്ടുപോകാതിരിക്കാൻ. ഒന്ന്, യേശുവിൻ്റെ പ്രസിദ്ധമായ ഈ ഐ ആം സെയിങ്സ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ മുന്തിരിച്ചെടിയും ശാഖകളുമാണ്. ഇങ്ങനെ അത് 7 എണ്ണമാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ നോക്കിയാൽ 7 അല്ല 9 ഉണ്ട് യഥാർത്ഥത്തിൽ. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒറിജിനൽ ഭാഷയെ വായിക്കുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, യഥാർത്ഥത്തിൽ ഈ ഐ ആം സെയിങ്സ് എല്ലാം തന്നെ ഞാനാകുന്നു വാതിൽ, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, പിന്നെ അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, പിന്നെ സാക്ഷാൽ മുന്തിരിച്ചെടി ഞാനാണ്. ഇത് യോഹന്നാൻ യഥാർത്ഥത്തിൽ സുവിശേഷം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല.
ഇത് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ യൂദാ വംശത്തിൻ്റെ വേരാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുകൂടി ഒന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതെല്ലാം യോഹന്നാൻ നേരത്തെ പറഞ്ഞ അടയാളമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശു ദൈവമാണെന്നാണ്. എല്ലാ ഐ ആം സെയിങ്സും യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന യേശുവിൻ്റെ പ്രസ്താവനകളാണ്. നമ്മളതിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ എല്ലാം യേശുവിൻ്റെ ഡിവിനിറ്റിയെ കാണിക്കുകയാണ്. ഇനി ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ വന്നിട്ട് അവസാനം മീൻ പിടിക്കാൻ പോകുന്നൊരു രംഗമുണ്ടല്ലോ. അപ്പോൾ ആ മീൻ പിടിക്കാൻ പോകുന്ന രംഗത്തിൽ യോഹന്നാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് 153 മത്സ്യങ്ങൾ കിട്ടിയെന്ന്. അതെ. പക്ഷേ 153 എന്ന് പറയുന്നത് വളരെ കൗതുകരമായ ഒരു ആഴമുണ്ട് അതിന്. കാരണം എന്താണെന്നറിയോ, ഈ ഹീബ്രു ഭാഷയിൽ അക്കങ്ങളില്ല, ന്യൂമറിക്കൽ വാല്യൂ, അതായത് നമ്പേഴ്സ് ഇല്ല. അതിന് പകരം അവർ ഉപയോഗിക്കുന്നത് ലെറ്റേഴ്സാണ്, അക്ഷരങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ അക്ഷരമാണ് 1, രണ്ടാമത്തെ അക്ഷരമാണ് 2, അങ്ങനെയാണ് അവരുടെ സംഖ്യാഗണനം. 153 എന്ന് പറയുന്നതിൻ്റെ അതിന് ന്യൂമറിക്കൽ വാല്യൂ ലെറ്റർ ആക്കുമ്പോൾ ഞാൻ ദൈവമാകുന്നു എന്നാണത്. അതായത് യോഹന്നാൻ അവസാനത്തെ അധ്യായത്തിൽ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്, ഈ വായനയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ വല വാരി കൂട്ടുമ്പോൾ ഈ വലയിൽ ശേഷിക്കുന്നത് 153 മത്സ്യമാണ്. ആ മത്സ്യം യേശുക്രിസ്തു ദൈവമാണ് എന്നാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ് 150 ഒരു ഉള്ളടക്കം. അതാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് അതാണ്. അതായത് യോഹന്നാൻ പറയുകയാണ്, 21 അധ്യായത്തിൽ നിങ്ങൾ വലയിട്ടു, 21ാമത്തെ അധ്യായത്തിൽ വല വാരി കൂട്ടുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണേണ്ട ഈ മീനെന്ന് പറയുന്നത് 153 എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവമാണ് എന്നാണ്, അല്ലെങ്കിൽ ഞാൻ ദൈവമാണ് എന്നുള്ളതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂയാണത്. അങ്ങനെയാണ് അതിനെ ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഒരു പേഴ്സണലായിട്ടുള്ള യോഹന്നാൻ വളരെ വാർദ്ധക്യത്തിലാണ് മരിക്കുന്നത്. ബാക്കിയുള്ള ശ്ലീഹന്മാരെല്ലാം രക്തസാക്ഷികളാണ്. യോഹന്നാന് മാത്രം ആ ഒരു ഭാഗ്യം ലഭിക്കാതെ പോയതിൽ യോഹന്നാന് സങ്കടം ഉണ്ടായിരിക്കും. പാത്മോസ് ദ്വീപിൽ യഥാർത്ഥത്തിൽ ഈ മരണത്തോളം അദ്ദേഹത്തെ പാരമ്പര്യം പറയുന്നതനുസരിച്ച് തിളച്ച എണ്ണയിൽ ഇട്ടു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം സർവൈവ് ചെയ്ത് വന്നു എന്നാണ്. യഥാർത്ഥത്തിൽ 2 തരത്തിലുള്ള രക്തസാക്ഷിത്വം ഉണ്ടല്ലോ. ഒന്ന് റെഡ് മാർട്ടിഡം, ചോര ചിന്തി മരിക്കുക. പിന്നെ വൈറ്റ് മാർട്ടിഡം ഉണ്ടല്ലോ, അതായത് വെളുത്ത രക്തസാക്ഷിത്വം. അതെന്താണ്? ഓരോ നിമിഷവും യേശുവിന് വേണ്ടി കൊല്ലപ്പെട്ട് ജീവിക്കുക. യഥാർത്ഥത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിക്കുക എന്നുള്ളതല്ലേ. നമുക്ക് മരിക്കാതെ സ്നേഹിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഓരോ ദിവസവും ഈ നമ്മൾ എന്തോരം സ്നേഹം മുറിയുന്ന സാഹചര്യങ്ങൾ വരുന്നു. എത്ര സാഹചര്യത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉള്ളിൽ എത്രയോ യഥാർത്ഥത്തിൽ നമ്മളിപ്പം സഹായം അർഹിക്കുന്ന ഒരാളെ സഹായിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു സ്നേഹം മരിച്ചില്ലേ? ഇപ്പം നമ്മൾ വളരെ ടയർഡായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരാളൊരു സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്ക് സ്വയം മരിക്കാതെ പറ്റില്ലല്ലോ. ഓരോ സ്നേഹവും യഥാർത്ഥത്തിൽ ഓരോ കുരിശുമരണമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു അപ്പസ്തോലൻ എത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റപ്പസ്തോലന്മാരെക്കാൾ കൂടുതൽ രക്തസാക്ഷിത്വം വരിച്ചതും ജീവിച്ചതുമൊക്കെ യോഹന്നാനായിരിക്കും. കാരണം സ്നേഹപൂർണ്ണതയിൽ എത്തുന്നതിന് ഒരാൾ തന്നോട് തന്നെ എത്രയോ തവണ മരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്തസാക്ഷികളുടെ പട്ടികയിൽ 1ാമത്തെ സ്ഥാനത്ത് വരേണ്ട ആളാണ് യോഹന്നാൻ. ജീവിതകാലം മുഴുവൻ തന്നോട് തന്നെ മരണം പ്രഖ്യാപിച്ച ഒരാൾ. അതെ. അപ്പോൾ നമുക്ക് യോഹന്നാനിലേക്ക് കടക്കാൻ മനോഹരമായ ഒരു ചർച്ച അത് നമുക്ക് ദൈവം തന്നു. പ്രിയപ്പെട്ട വായനക്കാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആമുഖ ചർച്ചകൾ നിങ്ങൾ കേട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് യോഹന്നാൻ്റെ സുവിശേഷ വായനയിൽ മാത്രമല്ല ഏത് പുസ്തക വായനയിലും വലിയൊരു നഷ്ടമായിട്ട് മാറും. നമുക്കിന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന വിൽസനച്ചനെ പ്രത്യേകം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അച്ഛന് വേണ്ടി കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ വീണ്ടും നമ്മുടെ വചന വായന തുടരുമ്പോൾ ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ, ആവേശത്തോടെ, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.